ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം രാവിലെ ഒരുങ്ങി എല്ലാവരും കൂടെ എങ്ങോട്ടാണെന്നല്ലേ? അപ്പം പറയാം. തലേ ദിവസം നമ്മുടെ മിന്നൂസിന് നല്ല പനിയായിരുന്നു കേട്ടോ. രാത്രിയിലെ ഒരു രക്ഷയില്ല. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊച്ച് ഭയങ്കരമായിട്ട് ചൂട്. അപ്പം ഞാനോർത്തു നല്ല കൈയുള്ളൊരു ബനിയനായിരുന്നു ഇട്ടിരുന്നത്, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രാത്രി ഫുള്ളും നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ആയപ്പോഴത്തേക്കും തോന്നി ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, നല്ല ആക്റ്റീവ് ഒന്നും അല്ല ആൾ. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നേ. അപ്പോൾ ഒരുമാതിരി ഇരിക്കുന്നു. എന്നാൽ രാവിലെ തന്നെ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ, എന്നാൽ കാണിച്ചേക്കാമെന്ന് ഓർത്തു. ഞാനും അച്ഛനും പോയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അമ്മ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ആ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ടൗണിൽ ചെന്ന് ഞാനും അച്ഛനും ഒരു ഓട്ടോയ്ക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. അപ്പോൾ 9:30 ആയി. ഡോക്ടർ വന്നിട്ടുണ്ട്. തിരക്കായിരിക്കുന്നു. ബുധനാഴ്ചയായിരുന്നു. അപ്പം ഈ പിള്ളേർക്ക് വാക്സിനൊക്കെ ഉള്ള ദിവസമല്ലേ, അപ്പം മൊത്തത്തിൽ തിരക്കായിരിക്കും. അപ്പോൾ കണ്ണാടിയൊക്കെ വെച്ചാണ് പോകുന്നത്. കണ്ണാടി കറക്റ്റ് ഇറങ്ങിയപ്പോൾ കിട്ടിയ കൂളിംഗ് ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അത് ഊരി വെക്കുന്നേ ഇല്ലായിരുന്നു. അത് തലേന്ന് ഊരി വെക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു. കണ്ണേ വയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തലയിൽ വയ്ക്കും, ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ബാഗിലിട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, പനിയൊക്കെ അല്ലേ, ഇനിയിപ്പോൾ വഴക്ക് പിടിക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ പോയി. പിന്നെ വേറൊരു ഓട്ടോയ്ക്ക് അമ്മ ചേച്ചിയുടെ അടുത്ത് പോയി. ചേച്ചിയുടെ കുഞ്ഞിനെ ഡേ കെയറിലാക്കിയിട്ട് അമ്മയും ജോലിക്ക് പോയി കേട്ടോ. അപ്പോൾ അവർക്കും പനി ആയതുകൊണ്ട് അമ്മയോട്ടോ അന്ന് ഡേ കെയറിൽ കൊണ്ടാക്കിയത്. അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ തെരനാട് പള്ളിയുടെ അടുത്താണ് ഹോസ്പിറ്റൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അത് അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ പുതിയ കെട്ടിടം പണി പൂർത്തിയാക്കി ഇവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ 2 ഡോക്ടറും കണ്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഡോക്ടറാണേലും കുഴപ്പമില്ല, മെഡിസിൻ ആണേലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എല്ലാ മരുന്നുകളും തന്നെയൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ സ്ഥിരം അവിടെയാണ് പോയി മരുന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ അച്ഛനും ബുക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബുക്കൊക്കെ എടുത്തുകൊണ്ട് അച്ഛനും പോകുന്നത്. അച്ഛനെയും കൂടെ കാണിച്ചേക്കാമല്ലോ. അങ്ങനെ പിന്നെ എനിക്കും ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. BP ഒന്ന് ചെക്ക് ചെയ്യണം, HP ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് BP ലോയും HP ലോയും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മരുന്നൊക്കെ തന്നായിരുന്നു. അത് കഴിച്ചിട്ട് 2 മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ 2 മാസം ആയില്ല, അതിന് മുന്നേ തന്നെ എന്തായാലും വന്നതല്ലേ, ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റല്. വരുന്ന വഴിയൊക്കെ പുതുക്കി പണിയുന്നതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, ടാറിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാവരും ചെരുപ്പ് ഊരിയിട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളും പിന്നെ ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്ത് കയറി കേട്ടോ. എന്നിട്ട് ആൾ കൂളിംഗ് ഗ്ലാസ് താഴെ വെച്ചിട്ടില്ലേ, കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് ഡോക്ടറെയൊക്കെ കയറി കണ്ടത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കയറി പോയി കേട്ടോ അച്ഛൻ്റെ കൂടെ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പം നല്ലപോലെ കാണാമല്ലോ ഹോസ്പിറ്റലിൽ. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി ചീട്ടൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ OP ടിക്കറ്റ് എടുക്കണമല്ലോ. OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നിടത്തും തിരക്കുണ്ടായിരുന്നേ. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് പോയി നമുക്ക് അവിടെ ഇരിക്കാം. ടോക്കൺ അനുസരിച്ചേ വിളിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് OPക്ക് ഇരിക്കുന്നതും ബാക്കിലോട്ട് ഇരിക്കുന്നത് ലാബിലേതുമാണ്. പിന്നെ അച്ഛൻ കയറി വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റേത് ടെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റേത് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഡോക്ടറെ കയറി കണ്ടു, മരുന്നൊക്കെ തന്നു. മരുന്നല്ല, ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് എഴുതിയൊക്കെ തന്നു കേട്ടോ, ചെക്കപ്പൊക്കെ ചെയ്തിട്ടേ. പിന്നെ ഞങ്ങൾ ലാബിൽ ടെസ്റ്റിന് കൊടുത്തതിൻ്റെ റിസൾട്ട് താമസമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ പോയി പിന്നെ അച്ഛന് മെഡിസിനൊക്കെ വാങ്ങിച്ചു കേട്ടോ അവിടുന്ന്. പിന്നെ ഞങ്ങൾ കയറി പോകുന്നത്, കാരണം പുറത്തേക്ക് മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള മരുന്നും കുഞ്ഞിനുള്ള 2 മരുന്നും പുറത്ത് ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണം പറഞ്ഞു. അപ്പോൾ തൊട്ട് മുകളിൽ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് കേട്ടോ. നമ്മളവിടെ പോയി മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരുവാണേ. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ അടുത്ത് വരുവാണെങ്കിൽ കാലിയോട്ടോസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ അവിടെ വരെ നടക്കാമെന്നോർത്തേ, തൊട്ടടുത്ത് തന്നെ താഴ്ഭാഗത്തായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് താഴോട്ട് ഇങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് റബ്ബർ തോട്ടമൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ അന്നേരത്തേക്ക് മിന്നൂസ് മടുത്തു. പിന്നെ ചാച്ചി എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓട്ടോ കിട്ടിയേ. ഭാഗ്യത്തിന് ഞങ്ങൾക്കൊരു പരിചയമുള്ളൊരു ചേട്ടൻ തന്നെയായിരുന്നു. പുള്ളി പിന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് പോയി കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞിന് മരുന്നൊക്കെ കൊടുത്തിട്ട് കിടത്തി ഉറക്കണം. ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് ആൾ ഓക്കെ ആവുമായിരിക്കും. ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയാൽ തന്നെ ആദ്യം സമാധാനമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചിണുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം വഴക്കായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.